ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കട്ട് ബീഡ്സും ത്രെഡും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയുടെ യോക്ക് ഡിസൈനിങ് വീഡിയോ ആണ്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളറുള്ള റെയിൻബോ കട്ട് ബീഡ്സും പിന്നെ അതുപോലെ പീച്ചിൻ്റെ 3 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡുമാണ് കേട്ടോ. അപ്പോൾ ആങ്കർ ത്രെഡിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്കിൻ്റെ പാറ്റേൺ. ആദ്യം നെക്ക് വരയ്ക്കുക, അതിനുശേഷം ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് നമുക്കൊരു 14 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നടുക്കത്തെ ഈ പോർഷനിൽ നമുക്ക് ഫ്ലവറും ലീഫും വരുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്ലവറാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും വരയ്ക്കണം. പക്ഷേ നടുക്ക് വരയ്ക്കുന്നതിന് ലെങ്ത് നെക്കാളും ചെറുതായിരിക്കണം ഇപ്പുറത്ത് രണ്ടും ഉള്ള ലെങ്ത് കേട്ടോ. ആ ബഞ്ച് ഓഫ് ഫ്ലവർ തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡിലും എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ 2 സൈഡിലും വരച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ നടുക്ക് നമുക്ക് കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് പല ലെങ്ത്തിലുള്ള ലൈൻസും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഡിസൈന് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ ലൈൻസിലൂടെ ബീഡ്സ് വർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇവിടുന്ന് നീഡിലെടുക്കുവാണ്. എന്നിട്ട് ഓരോരോ ബീഡായിട്ട് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെയാണ് ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ചിലർ പറയാറുണ്ട് ബീഡ്സ് ഇളകി പോകുന്നു എന്ന്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു കട്ട് ബീഡ് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ആ കോർത്തെ ആ ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി ഇതുപോലെ വലിച്ചിട്ട് ഞാൻ താഴേക്ക് എടുക്കുവാണ് കേട്ടോ. ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടെ നമ്മൾ നീഡിൽ കടത്തി എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് വലിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ബീഡ്സ് ഇളകി പോവുകയില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ക്ലോത്തിൽ. ഇനി ഈ ഫ്ലവർ ബഞ്ചസിനകത്ത് സ്റ്റെമ്മും ലീഫും ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവിടെയും നമ്മൾ കട്ട് ബീഡ്സ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലീഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തു. എന്നിട്ട് അതിലേക്കൊരു 3 കട്ട് ബീഡ്സ് അല്ലെങ്കിൽ 4 കട്ട് ബീഡ്സ് നമുക്ക് ഒന്നിച്ച് എടുക്കാം നീഡിലേക്ക്. ഇനി അത് ചെരിച്ച് വെച്ചിട്ട് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 3 പെയർ 4 പെയർ ചെയ്ത് കഴിയുമ്പം ആ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് വരും.
ഇനി നമ്മൾ ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി 6 സ്ട്രാൻഡ്സ് ത്രെഡ് ഞാൻ ഇതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നീഡിൽ ഇതുപോലെ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 തവണ ത്രെഡൊന്ന് നീഡിലേക്ക് ചുറ്റിയിട്ട് ഇങ്ങനെ താഴേക്ക് വെക്കുമ്പം നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് താഴേക്ക് വലിക്കുവാണെങ്കിൽ നമ്മുടെ റിംഗ് നോട്ട് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് റിംഗ് നോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിംഗ് നോട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ പോർഷൻ എല്ലാം റിംഗ് നോട്ട് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ 3 ഷെയ്ഡും മാറ്റി മാറ്റി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയായിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക്